പ്രഭുവിൻ്റെ ബുക്കിൽ നിന്ന് വായിച്ചൊരു കാര്യമാണ്. പ്രഭുപാദ് ഫസ്റ്റ് ടെമ്പിൾ 26 സെക്കൻഡ് അവന്യൂ ആണ്. സെക്കൻഡ് ന്യൂയോർക്കിലുള്ള ടെമ്പിൾ 61 സെക്കൻഡ് അവന്യൂയിലാണ്. അപ്പോൾ അവിടെ ശീല പ്രഭുപാദ് തിരിച്ചു വന്നപ്പം ഇദ്ദേഹവും തിരിച്ചു വന്നു, തൻ്റെ അച്ഛൻ്റെ അടുത്തുനിന്ന് തിരിച്ചു വന്നു. അപ്പം പ്രഭുപാദിന് ഒരു കുക്കുണ്ട്, റെഗുലറായിട്ടുള്ളൊരു കുക്കുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും അസുഖങ്ങളോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പം ഗർഗമുനി പ്രഭുവാണ് പ്രഭുപാദിന് കുക്ക് ചെയ്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം അതിനകത്ത് ചില കാര്യങ്ങൾ അദ്ദേഹം പറയുകയാണ്. അന്നത്തെ സമയത്ത് ഇങ്ങനെ ഈ ആട്ട പൂർണ്ണമായിട്ട് ഇതായിട്ട് കിട്ടത്തില്ല, വെള്ളയായിട്ട് കിട്ടത്തില്ല. ഹോൾ ആട്ട പൊടിച്ച് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ അത് കൊണ്ടുവരുമ്പം ഇത് തവിട് കളയുള്ളൂ. തവിട് കളഞ്ഞിട്ട് മറ്റേത് മാത്രമേ എടുക്കുകയുള്ളൂ. പ്രഭുപാദ് ആ തവിട് ഉപേക്ഷിക്കാനായിട്ട് പറയത്തില്ല. പ്രഭുപാദ് പറയും അത് സബ്ജിയിൽ ഇടാമെന്ന് പറയും. ആട്ടയുടെ ആ തവിട് സബ്ജിയിൽ ഇടാമെന്ന് പറയും. പിന്നെ അദ്ദേഹത്തിന് എങ്ങനെയാണ് ചപ്പാത്തി കറക്റ്റായിട്ട് ഉണ്ടാക്കേണ്ടതെന്ന കാര്യം പ്രഭുപാദ് പറഞ്ഞു കൊടുത്തു. രാവിലെ തന്നെ മാവ് കുഴച്ച് ഇതായിട്ട് വയ്ക്കണം. വച്ചതിന് ശേഷം 2 മണിക്കൂർ ഒരു തുണി അതിൻ്റെ മുകളിൽ ഇടണം എന്നാണ് ശീല പ്രഭുപാദ് പറഞ്ഞത്. അത് കറക്റ്റ് ആവുന്ന എപ്പോഴാന്ന് വെച്ചാൽ നമ്മൾ ഞെക്കിക്കഴിഞ്ഞാൽ പഴയ സ്ഥിതിയിലേക്ക് വരുന്ന രീതിയിലാവുമ്പോൾ കറക്റ്റ് ആവുന്നത്. അപ്പോൾ അങ്ങനെ ചപ്പാത്തി ആക്കി കഴിയുമ്പം നല്ല പഫ്ഡപ്പായിട്ട് വരികയും വളരെ സോഫ്റ്റായിട്ടിരിക്കുകയും ചെയ്യുന്നത്. എൻ്റെ പ്രഭുപാദ് പ്രസാദം കഴിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പ്രഭുപാദ് ഒരു സ്ഥലത്ത് ആ സമയത്ത് മറ്റാരും ഇല്ലാതെ അത് മെഡിറ്റേറ്റ് ചെയ്ത് കഴിക്കുകയാണ് പ്രഭുപാദ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്യുമ്പം പ്രഭുപാദ് ഇപ്പോൾ ഒരു ചപ്പാത്തി കഴിഞ്ഞാൽ അടുത്ത ചപ്പാത്തി കൊണ്ടുവരാൻ ഇങ്ങനെ വിളിച്ച് പറയത്തില്ല, ചെറിയൊരു മണി വച്ചേക്കുമെന്നാണ് പറയുന്നത്. ഒരു ചപ്പാത്തി കഴിച്ചു കഴിയുമ്പോഴത്തേന് മണി അടിക്കുമ്പോഴത്തേന് ഗർഗമുനി പ്രഭു അത് പരത്തി ഇതാക്കി കൊടുക്കും. തമാൽ കൃഷ്ണ മഹാരാജാണ് അത് കുക്ക് ചെയ്യുന്നത്. കുക്ക് ചെയ്തിട്ട് ഉടനെ ഈ മണി കേൾക്കുമ്പോൾ തന്നെ കൊണ്ടുവരും. എന്നിട്ട് അവർ തിരിച്ചു പോവും. അടുത്ത കുക്ക് ചെയ്യും. മണി വരുമ്പോഴത്തേന് ഇങ്ങനെ കൊണ്ടുവരുന്നതെന്ന് പറയും. എന്നിട്ട് അതിനകത്ത് ഗർഗമുനി പ്രഭു തൻ്റെ സാക്ഷാത്കാരം പറയുന്നത് പ്രഭുപാദ് വെച്ചാൽ വളരെ പ്രാക്ടിക്കലാണ് ഓരോ കാര്യങ്ങൾ. തവിട കളയേണ്ടത് സബ്ജിയിലിടാനായിട്ട് പറയുന്നു. ഒരു പ്രഭുപാദ് എല്ലാത്തിനും ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എപ്പം കഴിക്കണം, എപ്പം കുളിക്കണം, എന്താ ഓരോ വട്ടം വരുമ്പോഴെന്താ. ഇപ്പോൾ ഓരോ വട്ടം വേണം എന്നൊന്നും വിളിച്ചു പറയേണ്ട ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് മണി അടിച്ചാൽ മതി. അപ്പം അങ്ങനെ ചെയ്തു കഴിയുമ്പോഴത്തേന് പ്രഭുപാദ് എന്താ ചെയ്യുന്നതെന്ന് അദ്ദേഹത്തിനെ സെർവ് ചെയ്യുന്നവർക്കും അറിയാൻ പറ്റും. പ്രഭുപാദിനും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവത്തില്ല. അത് അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഭക്തനും അതേപോലെ അദ്ദേഹത്തിന്റെ റുട്ടീൻ ഇതായി കഴിഞ്ഞാൽ വളരെ ഈസി ആയിരിക്കും ലൈഫ് എന്ന രീതിയിൽ അദ്ദേഹം സാക്ഷാത്കാരം പറഞ്ഞു. आनंद कोटि वैष्णव वृंद की जय, श्रील प्रभुपाद की जय, गुरुदेव की जय.